മലയാളത്തിൽ ആദ്യമായ ഒരു മ്യൂസിക്കൽ വെബ് സീരീസ് ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ചിങ്ങക്കുട്ടി എന്ന മ്യൂസിക്കൽ ആൽബം ഏറെ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന സമകാലിക വിഷയത്തെ അടിസ്ഥാനമാക്കി മനീഷ് കുറുപ്പാണ് മ്യൂസിക്കൽ ആൽബം ഒരുക്കിയിരിക്കുന്നത്. നവതാരങ്ങളായ ഡോണ, അന്ന, ടോണി, സിജിമോൻ തുടങ്ങിയവരാണ് മ്യൂസിക്കൽ ആൽബത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നമസ്കാരം, ഞാനാണ് മനീഷ് കുറുപ്പ്. ഞാൻ ചിങ്ങക്കുട്ടി മ്യൂസിക്കൽ ആൽബത്തിൻ്റെ സംവിധായകനാണ്. അതേപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കും ലിറിക്സും ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ചിങ്ങക്കുട്ടി എന്ന് പറയുന്നത് ആക്ച്വലി സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രതികരണമാണ്. ബേസിക്കലി അത് ഓണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്തതാണ്. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഭയം, അങ്ങനെ ആ പേടിയുടെ ഒരു 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 ചിത്രീകരണമാണ് ബേസിക്കലി ഇതിൽ ചിങ്ങക്കുട്ടിയിലൂടെ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന പോലെ പെൺകുട്ടിയുടെ ജനനം മുതൽ അവളുടെ വിവാഹം, അതുപോലെ തന്നെ സെക്കൻഡ് മാരേജ്, അതേപോലെ തന്നെ അവളുടെ ഒരു 45 അല്ലെങ്കിൽ 50 വയസ്സ് വരെയാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോണ അന്ന. ഇതിൽ ചിങ്ങക്കുട്ടിയായിട്ട് ചെയ്യാനായിട്ട് ആണ് എനിക്ക് അവസരം കിട്ടിയത്. ഞാൻ ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. ഇപ്പം ഞാനൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റ് സോങ്സും ആൽബംസൊക്കെ വന്നിട്ടും ഈ ചിങ്ങക്കുട്ടി എന്നുള്ളൊരു സോങ്ങിൻ്റെ തീമാണ് എന്നെ സത്യം പറഞ്ഞാൽ മനുഷ്യേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പം ആ ഒരു തീമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സോങ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിപ്പിച്ചത്. പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് സോങ് പുറത്ത് റിലീസ് ചെയ്തു. അപ്പോൾ കണ്ടവരുടെ എല്ലാം, അത് പെൺകുട്ടികളായാലും എല്ലാവരുടെയും അടുത്ത് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അതിലൊരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം, ഞാൻ ടോണി, സിജിമോൻ. ഞാൻ ചിങ്ങക്കുട്ടി എന്ന സോങ്ങിൽ ഒരു റോള് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സമകാലീനത്തിൽ വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. കണ്ട ആൾക്കാർക്കൊക്കെ നല്ല ഒപ്പീനിയൻസാണ് പറയുന്നത്. അപ്പം ഇനി കാണാത്തവർ കണ്ടു നോക്കുക, ഒപ്പീനിയൻസ് അറിയിക്കുക. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. എനിക്കും ഈ വെബ് സീരീസിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ വെബ് സീരീസ് പാട്ടിലെ വില്ലൻ വേഷമാണ് ഞാൻ ചെയ്തത്. യാദർശികമായിട്ടാണ് ഞാൻ ഈ വെബ് സീരീസിൽ വന്നു ചേർന്നത് തന്നെ. ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റൊക്കെ ആയി അതിൻ്റെ പരിക്കിൽ കിടന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഡ് കണ്ടത്. അത് ഈ സീരീസിൽ തന്നെ അഭിനയിച്ച ടോണി എൻ്റെ ഒരു കൊലീഗായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇൻവോൾവ് ആയത് തന്നെ. അപ്പോൾ ഈ പരിക്കൊക്കെ കാരണം ഓഡിഷനും ഇതിനൊന്നും വരാൻ പറ്റിയില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് സംസാരിച്ചൊക്കെ വന്നപ്പോൾ യാദർശികമായിട്ട് ഇതിൽ തന്നെ വരേണ്ടി വന്നു. എൻ്റെ ഒരു ഭാഗമായതിൽ വളരെ സന്തോഷവുമുണ്ട്. ജനം, തിരുവനന്തപുരം.